ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ചരിത്ര സ്മരണകൾ പേറുന്ന പഴയ ഇരുമ്പ് ബാലറ്റ് പെട്ടികൾ പൂർണ്ണമായും ഓർമ്മയാകുന്നു. വോട്ടിംഗ് മെഷീനുകൾ പൂർണ്ണമായി പ്രാബല്യത്തിൽ വന്നതോടെ വർഷങ്ങളായി താലൂക്ക് ഓഫീസുകളിൽ ഉപയോഗമില്ലാതെ കിടന്ന പെട്ടികളാണ് ലേലം ചെയ്ത് ഒഴിവാക്കുന്നത്. തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിലെ സ്റ്റോർ മുറിയിൽ സൂക്ഷിച്ചിരുന്ന ഇരുമ്പ് ബാലറ്റ് പെട്ടികളും ലേല നടപടികളുടെ ഭാഗമായി കൊണ്ടുപോയി. കേരളത്തിൽ മുഴുവൻ ഈ ലേലം എടുത്തത് മുല്ലപ്പള്ളി ട്രേഡേഴ്സ് എന്ന കമ്പനിയാണ്. ലേലത്തിനെടുത്ത ബാലറ്റ് പെട്ടികൾ കഞ്ചിക്കോട്ടെ ഇരുമ്പ് ഉരുക്ക് ഫാക്ടറിയിലേക്കാണ് പുനരുപയോഗത്തിനായി കൊണ്ടുപോകുന്നത്. വോട്ടിംഗ് മെഷീനുകൾ സർവ്വസാധാരണമായതോടെയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ രാജ്യത്തിന്റെ വിധി നിർണയത്തിന് സാക്ഷ്യം വഹിച്ച ആ പഴയ ഇരുമ്പ് ബാലറ്റ് പെട്ടികളുടെ ഉപയോഗം പൂർണ്ണമായും നിലച്ചത്. വർഷങ്ങളോളം താലൂക്ക് ഓഫീസുകളിലെ മുറികളിലും കളക്ടറേറ്റുകളിലും പൊടിപിടിച്ചു കിടക്കുകയായിരുന്ന ഇവ ഇനി സൂക്ഷിക്കേണ്ടതില്ലെന്ന ഇലക്ഷൻ കമ്മീഷന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ലേലം ചെയ്തത്. 1951-52 ആദ്യ പൊതുതെരഞ്ഞെടുപ്പ് മുതലാണ് ഇത്തരം ഇരുമ്പ് പെട്ടികൾ ഇന്ത്യയിൽ വോട്ടെടുപ്പിനായി ഉപയോഗിച്ചു തുടങ്ങിയത്. പിന്നീട് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ വന്നതോടെ ഇവയുടെ പ്രാധാന്യം കുറഞ്ഞു. കുറച്ചുകാലം തദ്ദേശ തെരഞ്ഞെടുപ്പുകൾക്കും മറ്റ് സൊസൈറ്റി തെരഞ്ഞെടുപ്പുകൾക്കും ഉപയോഗിച്ചിരുന്നുവെങ്കിലും ഇപ്പോൾ അവിടെയും വോട്ടിംഗ് മെഷീനുകൾ മാത്രമായതോടെയാണ് ഇരുമ്പ് പെട്ടികൾ ചരിത്രത്തിന്റെ ഭാഗമാകുന്നത്. വോട്ടിംഗ് മെഷീനുകൾ, ഡിജിറ്റൽ വോട്ടിംഗ് മെഷീനുകൾ സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്താൻ ആരംഭിച്ചു. ഇതോടെ ബാലറ്റ് പെട്ടി ആവശ്യമില്ലാത്ത ഒരു സാഹചര്യം വരികയും ആ ബാലറ്റ് പെട്ടികൾ മുഴുവൻ തളിപ്പറമ്പ് താലൂക്ക് ഓഫീസിനോടനുബന്ധിച്ചിട്ടുള്ള സ്റ്റോർ റൂമിൽ സൂക്ഷിക്കുകയുമാണ് ഉണ്ടായത്. എന്നാൽ ഏതെങ്കിലും ഒരു സമയത്ത് ഈ വോട്ടിംഗ് മെഷീന് പകരം ബാലറ്റ് പെട്ടികൾ ഉപയോഗിക്കേണ്ടി വരുമെന്ന ഒരു ധാരണയിൽ കഴിഞ്ഞ 15 വർഷമായിട്ട് ഈ ബാലറ്റ് പെട്ടികൾ നശിപ്പിക്കുകയോ ലേലം ചെയ്യുകയോ ചെയ്തിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ബാലറ്റ് പെട്ടികൾ ആവശ്യമില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിലെ മുഴുവൻ ബാലറ്റ് പെട്ടികളും സ്ക്രാപ്പ് ഉടമക്ക്, പഴയ ഇരുമ്പ് സാധനങ്ങൾ വിലക്ക് വാങ്ങുന്ന ആൾക്ക് ലേലത്തിലൂടെ നൽകുകയും കഞ്ചിക്കോട്ടെ ഫാക്ടറിയിൽ എത്തിച്ച് ഈ പെട്ടികൾ ഉരുക്കി പുതിയ ഇരുമ്പ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.